സാംസങ്ങിന്റെ സാംസങ് ടാബ് S9 FE പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിന്റെ ടീസറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില സൂചനകളും അവർ തന്നിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S9 FE പ്ലസ് എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 12.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. റെസൊല്യൂഷൻ വരിക 2560x1600 ആയിരിക്കും. പിന്നെ ഇതിൽ OLED പാനലും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ടാബിൽ വരിക. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ് വരിക. പിന്നെ ഈ ഒരു ടാബിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമായിരിക്കും. പിന്നെ FE പ്ലസ് വെർഷനിൽ S Pen സ്റ്റൈലസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ exynosന്റെ 1380 എന്ന പ്രോസസ്സറായിരിക്കും ഈ ടാബിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് 30,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഡിവൈസിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷനും 12GB RAM 256GB ഇന്റേണൽ വെർഷനും വന്നേക്കാം. മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നേക്കാം. മിക്കവാറും കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 8 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ 12 മെഗാപിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10,900 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അതുകൂടാതെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അവ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡും ഇതിൽ വന്നേക്കാം. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ് വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ അടുത്ത സെയിലിൽ ഈ ഒരു ടാബ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. അടുത്ത സെയിൽ എന്ന് പറയുന്നത് അടുത്ത് തന്നെ നടക്കുന്നതായിരിക്കും. അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും അടുത്ത സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരുമ്പം 40,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ടാബ് എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. 30,000 രൂപയുടെ 40,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തേക്കാം. ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ടാബ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ യൂറോപ്യൻ പ്രൈസിങ്ങിന് പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് €699 എന്നാണ്. അതായത് 61,600 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഇന്ത്യയിൽ അത്രയും കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിരിക്കില്ല ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുക. എന്തായാലും സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S9 FE പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.